കേട്ട് നോക്കി. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുഞ്ഞിനെ കണ്ടോ? നിങ്ങൾ പറയത്തില്ല എനിക്ക് ആരും ഇല്ലെന്ന്. വേണ്ട, ഇത് എൻ്റെ അപ്പച്ചിയുടെ കൊച്ചുമോനെ കേട്ടോ, അച്ചാച്ചൻ്റെ മൂത്ത പെങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു അപ്പച്ചിയുടെ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് ഒരു പിടി ചോറ് അച്ചാച്ചന് തിന്നണമെന്ന്. ഓർക്കാപ്പുറത്ത് മോനിപ്പം വരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് അമ്പിയക്കയുടെ നമ്മുടെ പ്രസന്ന ഇങ്ങോട്ട് നോക്കിയെണ്ണ ഇങ്ങോട്ട് നോക്കി. നമ്മുടെ പ്രസന്നണ്ണൻ്റെ അമ്പിയക്കയുടെ മോനാണ് എൻ്റെ അപ്പച്ചിയുടെ മരുമോനെ. ഇത് അപ്പച്ചിയുടെ മോള്, ഇളയ മോള്. അച്ചാച്ചനെ ആര് വന്നാലും അച്ചാച്ചനെ അറിയത്തില്ല. പക്ഷേ എൻ്റെ അമ്പിയൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പിയൊക്കെ കണ്ട അപ്പോഴേ ഇരിക്കുന്നിടത്തുനിന്ന് ചാടി ഇടിക്കും. ചീനിയൊക്കെ വലിച്ച് പിഴാനൊക്കെയാണ്, വയ്യാതെ കിടക്കുന്ന പോലെ കിടക്കുവാന്ന്. വേണ്ട മോനെ ഞങ്ങൾ പിന്നെ പൊടിമോനെന്നാണ് വിളിക്കുന്നത്. പൊടിമോനെ കണ്ടപ്പോഴത്തേന് അച്ചാച്ചന് എനർജി വന്നു. പണ്ടൊക്കെ പൊടിമോന് ഇതുപോലെ സുഖമില്ലെന്നൊക്കെ പറയുമ്പോഴത്തേന് അച്ചാച്ചൻ ചാടി എണീറ്റ് പോയി. ഡാ ചിക്കോ മിണ്ടായിരിയടാ, കാര്യം പറയുക, എവിടെ പോവാന്നൊക്കെയാണ് ചോദിക്കുന്നത്. പോവല്ലേ എന്നൊക്കെ ചിക്കു. അതുകൊണ്ട് പിന്നെ നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻ സ്കൂളിൽ പഠിച്ച മോനെ, സെൻറ്റ് സ്റ്റീഫൻ സ്കൂളിൽ ഏത് വർഷമായിരുന്നു മക്കളെ പഠിച്ചേ? ഏത് വർഷമായിരുന്നു മോൻ പഠിച്ചേ? 2017. അവിടുത്തെ സാറന്മാർ, അജിമോൻ്റെ സാറന്മാരൊക്കെ കാണും. മോനെ നിങ്ങളെ പഠിപ്പിച്ച ലിനു സാറൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? ലിനു സാർ ആണോ? ലിനു സാർ, ലിനു സാറേ എൻ്റെ അജിമോൻ്റെ ക്ലാസ് ടീച്ചറാണ് ലിനു സാറ്, ലിനു ജോഷുവ സാറ്. ആണോ? ലിനു സാറേ, ഇത് കണ്ടോ നമ്മുടെ അമൽക്കുട്ടൻ, അമൽ പ്രസന്നൻ കണ്ടു നിൽക്കുന്ന സാറ് കാണണേ. ഇവിടെ ഇല്ല, UK യിലായിരുന്നു. നല്ലപോലെ കണ്ടോ മുഖം? ദൈവമേ, സാറിനെ പോയി മോൻ കണ്ടോ? അജുവിനെ എന്തോ ഇഷ്ടമാണെന്നറിയോ? അജുവിൻ്റെ ജീവനാ സാറ്. അച്ചാച്ചൻ നിൽക്കുന്നത് കണ്ടോ? അച്ചാച്ചൻ അമ്പിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ആകെപ്പാട് കണ്ടോ. അച്ചാച്ചൻ നിങ്ങൾ പറയത്തില്ലേ അച്ചാച്ചൻ മിണ്ടത്തില്ലയോ എന്നൊക്കെ. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അവർ പോകാൻ തുടങ്ങിയപ്പോഴേ അച്ചാച്ചൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെന്ന് മോൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഒരു വീഡിയോ എടുക്കാമെന്ന്. ഞങ്ങളുടെ പ്രസന്നണ്ണൻ നിൽക്കുന്നത് കണ്ടോ? പ്രസന്നണ്ണൻ്റെ അമ്പിയക്കയുടെയും കൂടെ അമ്പിയക്കയുടെ ഒരു പഠിപ്പീരിൻ്റെ ഒരു ഇതുകൊണ്ട് മോനിപ്പോൾ UK യില്ല, പഠിക്കാനെന്ന് 1ാം സ്ഥാനം വരുന്ന ഒരു ക്ലാസ്സിൽ കണ്ടോ. ഇതാണ് എനർജി, മോൻ്റെ എനർജി ഇതാണ് ഇരിക്കുന്നത്. അച്ചാച്ചിൻ്റെ വീട്ടല്ലേ ഇരിക്കുന്നത്. അമ്പിയൊക്കെ കണ്ടോ? നിങ്ങൾ പറയണം കേട്ടോ. അച്ചാച്ചിൻ്റെ നിപ്പ്, ചേച്ചന് കരയണോ ചിരിക്കണോ എന്നറിയത്തില്ല. എനിക്ക് ശബ്ദമില്ലാത്തതുകൊണ്ട് ഞാൻ മാനസികമായിട്ട് എനിക്ക് ഇച്ചിരി വിഷമത്തിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് അച്ചാച്ചൻ നിൽക്കുന്നുണ്ടോ? അച്ഛനെ ആകെപ്പാട് എന്തുവാ, അച്ചാച്ചൻ വിഷമിച്ച് നിൽക്കും. അങ്ങോട്ട് നോക്ക്, വേണ്ട പോവല്ലേ എന്ന്. ശരിയേക്കളെ വേണ്ടോ. ഇതാണ് മേടിച്ചത്. ഇത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിനകത്ത് ഇതിൽ കൂടെ എപ്പോഴും കാണുമല്ലോ പരസ്യം. അപ്പോൾ ഇതിൻ്റെ തടിയുടേതും ഉണ്ട്. അതാണെങ്കിൽ ഒത്തിരി കൂടെ നല്ലതായിരിക്കും. തടിയുടെ സൈസാണെങ്കിൽ ഉണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാം, ചപ്പാത്തിയല്ല പൂരിയൊക്കെ ഉണ്ടാക്കാനും പരത്താനും. അത് നമുക്ക് ഉരുട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതതുപോലെ ചപ്പാത്തി പോലെ പരത്തിയിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാനേ ഇത് എനിക്ക് ഇതാക്കിയിട്ട് അടയുണ്ടാക്കാനും ഒക്കെ ഞാൻ ഇത് ഉദ്ദേശിച്ച കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ മോമോസ് എന്നെല്ലാവരും പറയും മോമോയ്ക്ക്. ഇത് മോമോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പോട്ടെ മോമോസ് ഉണ്ടാക്കുന്നത് കണ്ടോ. ഞാൻ അടുക്കളയിലെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമോ. അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കണ്ടോ. എനിക്കിതൊന്നും മേടിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഇത് അടയെന്നൊക്കെ പറയും. ഇതിനകത്ത് എന്ത് സാധനം വെച്ച് വേണമെങ്കിലും നമുക്ക് അടയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഗോതമ്പും വെച്ച് ഉണ്ടാക്കാം നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മൈദയും വെച്ചും ഉണ്ടാക്കാം. അത് പിന്നെ അതിന് അരി വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് പിന്നെ ഗോതമ്പും മൈദയും വെച്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയാണ് ഞാനിത് മേടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മൾ ചീപ്പ് വെച്ച് ഇങ്ങനെ ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ
കുത്തി തിന്നുന്ന ആ ഒരു അത് വെച്ചും നമുക്കുണ്ടാക്കാം. ഇത് വെച്ച് കേട്ടോ, ഇത് പിന്നെ ഇതേലെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാന്ന് അറിയത്തില്ല, 2 എണ്ണമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയൊന്നും കാണുന്നില്ല. ഇവിടെ എന്തോ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാലും കാണത്തില്ല, എല്ലാം എവിടെ പോകുന്നതെന്ന് അറിയത്തില്ല. എങ്ങനെയോ നഷ്ടപ്പെട്ടങ്ങ് പോകുന്നുണ്ട്. ഇത് വെച്ച് നമുക്കുണ്ടാക്കാം. ഞാനങ്ങനെ ഉണ്ടാക്കുന്നത്. ഇടക്കാലാശ്വാസമൊന്നും ഇടക്കാല സമരവും എന്നൊക്കെ പറയുന്ന പോലെ സമരം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ. മുട്ടയിടാതെ ഒരു സമരമെല്ലാം മാറ്റി എല്ലാം റെഡിയായി, എല്ലാവരും മുട്ടയിടാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. മുട്ടയിടുന്നത് കൊണ്ട് എല്ലാവരും അതുകൊണ്ട് ആ മുട്ട ഇല്ലാത്തത് കൊണ്ട് മീനും അങ്ങനെയൊക്കെ ആയിരുന്നു. അവൾ മുട്ടയിടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മീൻമേടിപ്പൊക്കെ നിർത്തി. അന്നേരം അജുവിന് എപ്പോൾ തോന്നുന്നു ചെല്ലുവ രാവിലെ തീറ്റ കൊണ്ടിട്ട് കൊടുക്കും, ചെല്ലുവ മുട്ട പറക്കിക്കൊണ്ട് വരിക, ആവശ്യത്തിന് എടുക്കുക, പൊരിക്കുക, തിന്നുക. അവന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മുട്ടയൊക്കെ കൊണ്ടുവരിക, തിന്നുക. അതുകൊണ്ട് നല്ലതാണ് നമുക്കായാലും. ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു മുട്ട പോലും ഇടാതൊക്കെ ഇരിക്കും. ഒരു മുട്ടയിടും, 2 മുട്ടയിടും, അങ്ങനെയൊക്കെ ആയിരുന്നു. തീറ്റ ഇഷ്ടം പോലെ തിന്നും. മുട്ടയിടാതെ കുറച്ച് നാളായി മുട്ടയിടാതെ ഇങ്ങനെ ഇരുന്നു. എനിക്ക് വിഷമമായിരുന്നു. 2, 3, 4 മുട്ടയൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടെയും തികയത്തില്ല, നമുക്കും തികയത്തില്ല. എന്നാൽ അജു എപ്പോഴും എടുത്ത് പൊരിച്ചൊക്കെ എടുത്ത് തിന്നുന്നു, അവന് വലിയ ഇഷ്ടമാണ്. അച്ചാച്ചനാണെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട, മുട്ടയും വേണ്ട, ഒന്നും വേണ്ട. പൊരിക്കുമ്പോഴാണേലും ഒരെണ്ണം ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തീറ്റിപ്പിക്കും. എനിക്കൊരുപാട് മുട്ടയൊന്നും തിന്നരുത്. ഞാൻ നേരത്തെ 6, 7 മുട്ടയൊക്കെ തിന്നുന്ന ആളായിരുന്നു കൊച്ചുനാളി. അജുമോന് മുട്ട ഇഷ്ടമെന്ന് പറയുമ്പോൾ ഞാൻ പറയുക, ഞാൻ എന്തുമാത്രം മുട്ടയായിരുന്നു എന്നറിയുമോ പൊരിച്ച് തിന്നുന്നത്. എൻ്റെ ചേച്ചി വീഡിയോയ്ക്കകത്തൊന്നും വരാത്തതുകൊണ്ട് കുഴപ്പമില്ല, വന്നായിരുന്നേ പറഞ്ഞേനെ എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ആ മുട്ട തിന്നുന്നതെന്നുള്ളത്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് തിരിച്ചു പോയി. ഞാനിനി വീഡിയോ ഇടാൻ തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് അച്ചാച്ചനും ഇരിപ്പുണ്ട്. അച്ചാച്ചനെ ഇവിടെ ഇരിക്കുന്ന കാണാം. ചേച്ചി ഇങ്ങോട്ടൊന്ന് നീങ്ങിക്ക്, ഇങ്ങോട്ട് നോക്കിക്കാണ്ടിരിക്കുന്ന അച്ചാച്ചൻ വിഷമിച്ചിരിക്കുക കണ്ടോ. അപ്പം അച്ചാച്ചൻ അച്ചാച്ചനാണെങ്കിൽ അപ്പച്ചിയുടെ മോള് അമ്പിയൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത്രയും വിഷമമുള്ളത്, ഇത്രയും വിഷമിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ അച്ചാച്ചൻ്റെ ഇളയ അനിയനുണ്ട് അപ്പാപ്പൻ വന്നിട്ട് പോകുമ്പോഴും അച്ചാച്ചൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അച്ചാച്ചൻ ചില ആൾക്കാർ വന്നിട്ട് പോകുമ്പോൾ അച്ചാച്ചന് ഭയങ്കര വിഷമമാണ്. പണ്ട് ഞങ്ങളുടെ അപ്പച്ചി വന്നിട്ട് പോകുമ്പോഴും എൻ്റെ അച്ചാച്ചൻ്റെ നേരെയുള്ള അനിയൻ വന്നിട്ട് പോകുമ്പോഴും സഹദേവനപ്പാപ്പൻ വന്നിട്ട് പോകുമ്പോഴും അച്ചാച്ചൻ ഇങ്ങനെ ഭയങ്കര ഒരു മൂകതയായിട്ടിരിക്കും. അതേ അവസ്ഥയായിപ്പം അമ്പിയൊക്കെ വന്നിട്ട് പോയപ്പം അച്ചാച്ചൻ്റെ മൂത്ത പെങ്ങളുടെ മോള് വന്നിട്ട് പോയപ്പോൾ അച്ചാച്ചനെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം നമുക്കും കൂടെ ഒരു സങ്കടം തോന്നുന്നു. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് അയക്കണം. ശബ്ദമില്ല കേട്ടോ. താങ്ക് യു.